ഇത് നിന്ന നിപ്പിൽ ഒരു ഊട്ടി കൊഞ്ഞ് ബോംബെ പോയി എന്നോട്ടെ ഒരു പിന്നാണ്ട് ബോംബെ പോയി എന്നിട്ട് പൈസ തന്നാ മതി തിരിച്ചു വരും ബോംബെ പോയിട്ട് പൈസ പക്കയാണ് ഓടിക്കാനാ വണ്ടി ഓടിച്ചാ അത്രയും എടുക്കും വണ്ടിന്റെ ആവശ്യക്കാരാണെങ്കിൽ ഓൻ വന്ന വണ്ടി ഓടിച്ചാ എടുത്തു പോകൂല ധൈര്യമായിട്ട് കൊണ്ടാ എത്രക്ക് ചെയ്യാൻ പറ്റിയത് ഇത് നമുക്ക് 1,000 രൂപ ചോദിക്കണേ നമുക്ക് ചെറിയ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കൊടുക്കാം അതും BXI വണ്ടിയാണ് ബ്ലാക്ക് കളറാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ബ്ലാക്കിനാണ് ബ്ലാക്ക് ബുക്കിംഗ് ആണ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് വണ്ടി ബ്ലാക്ക് കിട്ടുന്നത് വണ്ടിമ അതായത് പുട്ടി കാര്യങ്ങളൊന്നും കേറിയില്ല ഓടിമ്പോ നമുക്ക് തട്ടി കഴിഞ്ഞാൽ തന്നെ അറിയാം ഒറിജിനൽ തകിടാണ് റീപെയിന്റ് ആയിട്ട് കാര്യമായിട്ടുള്ള റീപെയിന്റുകളൊന്നും കേറിയിട്ടില്ല ഇതിപ്പോ റിന്യൂവൽ എടുത്ത ടൈമിൽ കസ്റ്റമർ നമ്മൾ ടച്ച് പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മെക്കാനിക്കിന്റെ കാർ കച്ചവടം. ഞാൻ ഇന്നുള്ളത് JR കാർസിലാണ്. സാധാരണക്കാരെ മാത്രം വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എല്ലാം ലോ റേഞ്ച് വണ്ടികൾ, ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ, അതും മോഡൽ കുറഞ്ഞ വണ്ടികളാണ്. നിങ്ങൾക്ക് വാറണ്ടി തരുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട എടുക്കുന്ന ആൾക്ക്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ബ്രോ, ഇവിടെ എന്നോടൊപ്പം റഷീദ് ഭായ് ആണ്. റഷീദ് ഭായ് എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ വീഡിയോ തകർത്തു, ഒരുപാട് വണ്ടി പോയി അല്ലെ? വണ്ടിക്ക് വേണ്ടി നട്ടോട്ടേന് നട്ടോട്ടോട്ടി വണ്ടി ഇപ്പൊ ഒരു 5-6 വണ്ടി 7-8 വണ്ടി പുതിയ സ്റ്റോക്ക് ഇപ്പൊ വന്ന് ഇപ്പൊ സ്റ്റോക്ക് വീണ്ടും കഴിഞ്ഞ് വണ്ടിന്റെ ചെക്കപ്പ് റെഡിയാക്കി വണ്ടി കയറി. നമ്മള് എപ്പോ വീഡിയോ ചെയ്യുമ്പോഴേക്കും കുറച്ച് വണ്ടികളാണ് ഉണ്ടാവല്, പക്ഷെ വണ്ടി പോകുന്നുണ്ട് അല്ലെ? വണ്ടി പോകുന്നു. ഓക്കെ, കുറച്ച് വണ്ടികളാണെങ്കിൽ വണ്ടി ഇവിടുന്ന് വീഡിയോ ചെയ്താൽ പോകുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട, നല്ല നീറ്റ് വണ്ടിയല്ല? നീറ്റ് വണ്ടി, ടെൻഷൻ ഇല്ലാതെ കൊണ്ടുപോവാ. ടെൻഷൻ ഇല്ലാന്ന് ഒരു ടെൻഷനും വേണ്ട. എന്തെങ്കിലും പ്രശ്നം വരെയാണ് നമ്മളെ പൊളിച്ച് നമ്മള് ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കും. നമ്മള് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുന്ന വണ്ടികളാണ്. അത്രയും ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുന്ന വണ്ടികളാണ്. അതായത് എത്ര ദിവസം നിങ്ങൾ വാറണ്ടി കൊടുക്കും? എന്തായാലും ഒരു 20 ദിവസം 25 ദിവസം വാറണ്ടി ഉണ്ടാവും. ഇഞ്ചൻ വാറണ്ടി ഉണ്ടാവും. ഇഞ്ചൻ വാറണ്ടി നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് റെഡിയാക്കി തരും. അതുപോലെ റെഡിയാക്കണ്ട, നമ്മൾ റെഡിയാക്കി തരും. റെഡിയാക്കി കൊടുക്കൂല്ലേ? അങ്ങനത്തെ ധൈര്യമുള്ള വണ്ടികൾ നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഇഞ്ചൻ കംപ്ലൈന്റ് ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കൂല. നമ്മളെ ഇവിടെ പാർക്കിംഗ് സൈഡിൽ വെക്കലുമില്ല. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറ്റണമെങ്കിൽ, പിന്നെ ടച്ചപ്പ് എന്ത് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കൂല? ടച്ചപ്പ് നമ്മൾ ചെയ്യണം. കസ്റ്റമർ പറഞ്ഞാൽ ചെറിയ ചെറിയ മൈനൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും. നമ്മളതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വെക്കണ വണ്ടികളാണ്. ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഏകദേശം വണ്ടികൾ ഉള്ളത്. പിന്നെ അഥവാ ഫുള്ളായിട്ട് നമ്മളെ ചെറിയ ടച്ചപ്പ് ഒക്കെ നമ്മൾ ഓല് പറഞ്ഞാൽ നമ്മൾ ചെയ്തു. കാരണം നമുക്ക് തിമ്മലൊക്കെ ചെറിയ വണ്ടിയല്ലേ, ചെറിയ ചെറിയ ലാഭങ്ങളെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇത് ആൾക്കാർക്കൊക്കെ അറിയണല്ലേ. ചെറിയ 4-5 രൂപയുള്ള കിട്ടുന്നത് നമ്മള് പിന്നെ ഒറ്റക്കായിട്ട് നമ്മള് തിരിച്ചു വിടും ചെയ്യും. അതെ, ഒരു ഓണറാണ് കേട്ടോ, വേറെ പാർട്ട്ണറൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നേക്കാൾ വില കുറച്ചതിന് കിട്ടും. പിന്നെ 2 തരം വാഹനങ്ങൾ, അതായത് പിന്നെ എന്താ പറയാ, ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾക്ക്, അതായത് ഓണർഷിപ്പ് കൂടിയതും ഹൈ ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ അതിന്റെ ആയിട്ടുള്ള വിലകൾ ഉണ്ടാവും. പിന്നെ അത് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ അതിനനുസരിച്ച് വില കുറച്ച് കൂടും. കൊണ്ടായിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. കാരണം പിന്നെ ഓരോ പേർക്ക് ആക്കുകയാണെങ്കിൽ തന്നെ ഓണർഷിപ്പ് 1-2-3 ആവുള്ളൂ. അതായത് 2008, ഇതിപ്പോ 2008 വണ്ടിയാ. ഇത് 2 ഓണർ വീട്ടിൽ നിന്ന് തന്നെ മാറിയ വണ്ടിയാണ്. ഈ വണ്ടി ഇത് നല്ല വണ്ടിയല്ല, നല്ല ക്വാളിറ്റി വണ്ടി. അതായത് സർവീസ് സെക്കൻഡ് ഗിയർ അടുക്കപ്പെടുന്നുണ്ട്. 79,000 ഓടിയിട്ടുള്ളൂ. BXI വരുന്ന ഓപ്ഷനാണ്. BXI വണ്ടി ആ വണ്ടിയാണ്. അതായത് ബോഡിമേൽ പറഞ്ഞാല് ഒറിജിനാലിറ്റി വണ്ടിന്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ ഫിറ്റ്നസ് ഇപ്പോഴും വണ്ടി ഉണ്ട്. ഇപ്പൊ വന്ന കസ്റ്റമറോട് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഓടി ഒരു തുരുമ്പ് പോലും കാണിച്ചു തരാൻ പറ്റില്ല. ക്ലിയർ ഇഞ്ചർ റൂമൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം. ഇഞ്ചർ റൂമൊക്കെ അത്രയും ക്ലീനാണ്, നീറ്റാണ്. എന്തായാലും നമുക്ക് ഈ വണ്ടി തന്നെ ആദ്യം കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് പ്രേക്ഷകർക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മൾ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂർ. അപ്പോ എന്തെങ്കിലും വണ്ടിനെ പറ്റി, വണ്ടിന്റെ ഫോട്ടോസ്, വണ്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട് കേട്ടോ. 2-3 നമ്പർ ഉണ്ടാവും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2008 വണ്ടിയല്ല, 8 VXI ആണ്. VXI, ഓക്കെ. 2008 ഓഗസ്റ്റ് വണ്ടി. ഇത് KL 53 പെരിന്തമണ്ണ രജിസ്ട്രേഷൻ. ഓക്കെ. AC ബസ് 4 ഡോറാ 2 ഡോർ? പിന്നെ ടയർ അത്യാവശ്യം ഉണ്ട്. ടയർ ഫ്രണ്ടത്തെ 90% ഓടാനുള്ള ടയർ ഉണ്ട്. അല്ല, ബാക്കിലുണ്ട് 90% കട്ടുള്ള ടയർ തന്നെ. AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ. ഏറ്റവും ഹൈലൈറ്റ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് തന്നെ മാറിയതാണ്. ഒറ്റാൾ ഉപയോഗിച്ച വണ്ടിയാണ്. വേറെ തട്ടുമുട്ടി ഇത് നിന്ന നിപ്പിൽ ഒരു ഊട്ടി കൊഞ്ഞ് ബോംബെ പോയി എന്നോട്ടെ, ഒരു പിന്നാണ്ട് ബോംബെ പോയി എന്നിട്ട് പൈസ തന്നാ മതി. തിരിച്ചു വരും ബോംബെ പോയിട്ട് പൈസ തന്നാ മതി. പക്കയാണ്. വേറൊന്നും പറയാനില്ല. ഓടിക്കാനാ വണ്ടി ഓടിച്ചാ അത്രയും എടുക്കും.
വണ്ടിന്റെ ആവശ്യക്കാരാണെങ്കിൽ ഓൻ വന്ന വണ്ടി ഓടിച്ചാൽ എടുത്തു പോകും. എടുത്തു പോകൂല. ഓക്കെ, ധൈര്യമായിട്ട് കൊണ്ടാ. എത്രക്ക് ചെയ്യാൻ പറ്റിയത്? ഇത് നമുക്ക് 1,000 രൂപ ചോദിക്കണേ. നമുക്ക് ചെറിയ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതും VXI വണ്ടിയാണ്, ബ്ലാക്ക് കളറാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ബ്ലാക്കിനാണ്. ബ്ലാക്ക് ബുക്കിംഗ് ആണ്. 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് വണ്ടി ബ്ലാക്ക് കിട്ടുന്നത്. വണ്ടിമ അതായത് പുട്ടി കാര്യങ്ങളൊന്നും കേറിയില്ല. ഓടിമ്പോ നമ്മൾ തട്ടി കഴിഞ്ഞാൽ തന്നെ അറിയാം ഒറിജിനൽ തകിടാണ്. റീപെയിന്റ് ആയിട്ട് കാര്യമായിട്ടുള്ള റീപെയിന്റുകളൊന്നും കേറിയിട്ടില്ല. ഇതിപ്പോ റിന്യൂവൽ എടുത്ത ടൈമിൽ കസ്റ്റമർ നമ്മൾ ടച്ച് പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ നമുക്ക് മാരുതി കാർ കാണിച്ചു കൊടുക്കാം. ഇത് 2007 ആണ്. വണ്ടി 2007. ഇത് AC വണ്ടി, AC ഉള്ള MPFA വണ്ടി. AC ഉണ്ട്, MPFA ആണ് ഇഞ്ചിൻ. 2027 ഓഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ വണ്ടിമ വേറെ പ്രശ്നങ്ങളൊന്നും. കണ്ണ് ജിമ്മിൽ കാരണം മാരുതിന്റെ കൂടുതൽ നമ്മോട് ചോദിക്കുന്ന ആൾക്കാർ MPFA മാരുതിന്റെ 800 ഉണ്ട്. നമ്മള് വീഡിയോ ഇട്ട 3 ദിവസം കൊണ്ട് പോകണാണ്. ഇതൊരു കസ്റ്റമർ വണ്ടിയാണ്. നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് മെക്കാനിക്കൽ പരമായിട്ടൊന്നും പ്രശ്നമില്ല. സ്ഥിരം ഡെയിലി ഷോപ്പിൽ പോയി വരുന്നതാണ്. അപ്പൊ ആള് വാഗനർ എടുത്തപ്പോ നമ്മളടുത്ത് വിൽക്കാനായിട്ട് ഇവിടെ തന്നത്. അപ്പൊ ഷോപ്പിന്റെ അടുത്തുള്ള ആൾ തന്നെ, തൊട്ടടുത്തുള്ള. അപ്പൊ വണ്ടി നമ്മൾ 2007 MPFA മാരുതി, AC ഉള്ള മാരുതി. 2027 പേപ്പർ ഉണ്ട്, ഓഗസ്റ്റ് വരെ. സെപ്റ്റംബർ വരെ പേപ്പർ ഉണ്ട് 2027. ഒരു 65,000 റുപ്യ ഇട്ടാല് കൊടുക്കാം. അപ്പൊ ഇതില് ഇപ്പൊ പേപ്പർ ഇപ്പൊ 27 അത് കഴിഞ്ഞാൽ വിൽക്കാൻ മതി. ഒരു കൊല്ലം പേപ്പർ ഉണ്ട്. ഒരു കൊല്ലത്തിന് മേലെ ഉണ്ടാവും. ഒരു കൊല്ലത്തിന് മേലുണ്ട് അല്ല. ഇവിടെ ഒരു പൊട്ടിച്ച വിലക്ക് കൊടുക്കല. ഒരു ഹിയോണാണ്, അതും എവിടുന്ന് ഒരു ഡീലറും കൊടുക്കാത്ത വിലക്ക് കൊടുക്കാം. 2013 മോഡൽ 13 വണ്ടി എറാ പ്ലസ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 98 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. 13 മോഡലാണ്. 2013 മോഡൽ. വേറെ തട്ടുമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. എത്ര ചെയ്യാത്? ഇത് നമുക്ക് ചെറിയ പൈസ 1,20,000 ഇൻഷുറൻസ് പോലെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് അടിച്ചു കൊടുക്കും ചെയ്യാം. 300 രൂപ ഇൻഷുറൻസിന് വരുന്ന 1,200 രൂപ പേര് മാറ്റാൻ 1,20,000 കൊടുക്കാം. പേരിൽ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഈ ഓണർഷിപ്പ് കൂടുതൽ 5 ആണ്. 5 ഓണർഷിപ്പ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കേട്ടോ. അല്ലെങ്കിൽ 2013 വണ്ടി മാർക്കറ്റ് വില കൂടുതലുണ്ട്. ഇത് ഫുള്ള് താത്തി പൊട്ടിച്ചിട്ടാണ് പറയുന്നത്. ആവശ്യമാണെങ്കിൽ വിളിച്ചോളി. ഉറുപ്പ്യേന്റെ 1,10 അടുത്ത് ലോണും കയറും. 1,10 ലോണും കിട്ടും. ഒരു ടെൻഷൻ വേണ്ട. ആവശ്യക്കാർ വിളിച്ചോളൂ കേട്ടോ. ഒരു കിരുമത്തിന്റെ വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2014 മോഡല്. 14 വണ്ടി. 14 VXI. VXI ഓപ്ഷൻ 4 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ പിന്നെ ക്ലിയർ വണ്ടി എല്ലാം ഉണ്ട്. നല്ല അടിപൊളി കളറാണ്. കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് 80,000 കിലോമീറ്റർ പാർട്ടി കൊണ്ടുവച്ചത്. അന്നേരം വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയാണ്. വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചതാണ് കസ്റ്റമറെ. വണ്ടി കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ഈ ഒരു കോസംബർ മാറിയിട്ടുണ്ട്. വേറെ അപ്രോണോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. ഈ ഒരു കോസംബർ മാത്രം മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും അത് ചെറിയ നമുക്ക് മാത്രം അറിയണവര് മാത്രമേ അതിനെ പറ്റി അറിയുള്ളൂ. ഞാനായിട്ടുള്ള നമ്മള് കണ്ട വണ്ടി കൊണ്ടുവന്ന ആൾക്കറിയില്ല. ഇത് നമ്മൾ നോക്കണേ. നമ്മളെ ജില്ലയിലെ വണ്ടി ഇവിടെ വന്നാ നമ്മളെ ജില്ലയിലെ പോവാ. കസ്റ്റമർ ഇവിടെ കൊണ്ടുവച്ചാലും അതിന്റെ ഉത്തരവാദിത്തം നമ്മളതിലെ. അപ്പൊ ഇത് നമുക്ക് എത്ര ചെയ്യാം? 265 കൊടുക്കാം. 265. ഓക്കെ, ഏകദേശം 2.5 ലക്ഷം റുപ്യ ലോണ് കയറും കേട്ടോ. 14 VXI ആണ്. 2.5 വരെ ബാങ്ക് ലോൺ കയറുന്ന വണ്ടിയാണ്. മെക്കാനിക്കൽ ടയർ ഭാഗം ഏകദേശം ഒരു 90% അവിടെ 4 ടയറുണ്ട്. മെക്കാനിക് ഒക്കെ ഫിറ്റ് കേട്ടോ. ഓടിക്കാനൊക്കെ അടിപൊളി. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. ഒരു ഒച്ചപ്പാടൊന്നും. ഞാൻ ഓടിച്ചു നോക്കിയാൽ ഒരു 10 കിലോമീറ്റർ ഓടിക്ക് ഒച്ചപ്പാടും ബഹളമൊന്നും ഒന്നുമില്ല. ലോണ് മാക്സിമം 2.5 ലക്ഷം റുപ്യ ലോണ് കയറും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. കിണ്ണം പോലത്തെ ഒരു വണ്ടി, അതും റിനോൾട്ടിന്റെ കിഡ് മാനുവൽ വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 വണ്ടി. 17 വണ്ടി മോഡലാണ്. ഫുൾ ഓപ്ഷൻ 1000 cc വരുന്ന വണ്ടി. 1000 cc ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടിയാണ്. AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും, പവർ വിൻഡോ ഉണ്ടാവും, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ള സെക്കൻഡ് കീ ഒക്കെ ഉള്ള വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഒരേ ഒരു ഓണർ. 2017 വണ്ടി. ഓട്ടോ എത്രയുണ്ട്? 17 ലാസ്റ്റിലാണ്. 18 റേസർ ഉണ്ടോ നോക്കണം. 17 വണ്ടിയാണ്. 18 റേസർ ഞാൻ നോക്കി ചെക്ക് ചെയ്യണം. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി തട്ടുമുട്ടൊന്നുമില്ല. കമ്പനി സർവീസും ഉണ്ട്. എത്ര ചെയ്യാം? ഇത് നമുക്ക് 2.30 കൊടുക്കാം. 2.30 കൊടുക്കാം. സർവീസ് ഒക്കെ കമ്പനിയാണ്. 2.30 കൊടുക്കാം. 2 ലക്ഷം റുപ്യ ലോണും കയറും. ചിലപ്പോ 2ന്റെ പുറത്തേക്കും ലോൺ കയറും. മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം 2 ലക്ഷം റുപ്യ ലോൺ പ്രതീക്ഷിച്ചു. നല്ല പ്രൊഫൈലാണെങ്കിൽ അതിന്റെ മേലെ കയറും. 2 റുപ്യ എന്തായാലും കയറും. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം
അതും ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് കൊണ്ടുപോകാം അല്ല. പെരുന്നാളൊക്കെയാണ് വരുന്നത്, പെരുന്നാളിന് വണ്ടി ഇല്ലാതെ പറ്റൂല. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2011 ഇറങ്ങിയ വണ്ടി. ഇൻഡിക്ക വിസ്റ്റ ക്വാർട്ടർ ജെറ്റ് 2011 ഇറങ്ങിയ വണ്ടി. 2031 വരെ പേപ്പറുള്ള വണ്ടി. അതും ഏറ്റവും അതിലൊരു സിംഗിൾ ഓണർ വണ്ടി, ഒരേ ഒരു ഓണർ വണ്ടി, സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഒറിജിനാലിറ്റി വണ്ടി. എന്താണ് ഒറിജിനാലിറ്റി വണ്ടി? അതെ. അതായത് എങ്ങനെ പറയാനുള്ള കാരണം തരോ, ഇതിന് നമ്മൾ വില പറയുന്നത് 1,20,000. ഇതിന് AC പവർ സ്റ്റാറിംഗ് ഉള്ളൂ. ഇവിടെ 2012 വണ്ടി തന്നെ നമ്മൾ ഈ വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാം. അത് ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവച്ച ആ വണ്ടി 80 റുപ്യ കൊടുക്കാം. 12 ഫുൾ ഓപ്ഷൻ വണ്ടി. അത്ര അതിന് നോ ഗ്യാരണ്ടി നോ വാറണ്ടി. അത് ഈ വണ്ടി തന്നെ നമ്മള് അത്രയും ക്ലിയർ എന്നാല് ഈ വണ്ടി വന്ന് ഓടിച്ചോടുത്ത് പോവുകയും ചെയ്യും. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. റീപ്ലേസ് ഇല്ല. ഒറിജിനാലിറ്റി ബോഡി, തുരുമ്പും കാര്യങ്ങളും. കൊട്ടർജെറ്റ് സ്വിഫ്റ്റിന്റെ എഞ്ചിൻ തന്നെ വണ്ടി. നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊടുക്കാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. KL 11 AG കോഴിക്കോട് വണ്ടിയൊക്കെ എപ്പോഴും നല്ല ക്ലിയർ വണ്ടികളുണ്ട്. KL 11 AG 95-96 ഫാൻസി നമ്പർ. ഒരേ ഒരു ഓണർ, ഓണർ. കണ്ണ് ചിമ്മിട്ട് നമുക്ക് എടുക്കാൻ വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് കുറച്ചെന്തേലും കുറച്ച് വലിയ കുറച്ചിലുണ്ടാവും. കച്ചവടത്തിന്റെ രീതിയിലുള്ള ചെറിയ മാറ്റം വരും. നാനോ കാർ, അതും ടിസ്റ്റ് ആണ് കേട്ടോ. നാനോ ടിസ്റ്റ് അല്ല, ഇത് ഡിക്കുള്ളതാ. ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റാ. ഇതിന് ശേഷം 2016 ഡിക്കി ഓപ്പൺ ആയി. 16 ഡിക്കി വന്നതല്ല, ഇത് 15 ടിസ്റ്റ് ആണ്. AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ് ഉണ്ടാവും, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. KL 65 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. തിരുവങ്ങാടി നമ്പർ ബോർഡ് വെക്കാൻ വേണ്ടി കൊടുത്തതാണ്. വണ്ടി എന്തുപാട് മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. ധൈര്യമായിട്ട് കൊടുക്കാച്ച പോയിക്കോളൂ. നമ്മൾ ഇഞ്ചിനൊക്കെ 10-25 ദിവസം വാറണ്ടി ഉണ്ടാവും. 10-25 ദിവസം വാറണ്ടി ഉണ്ടാവും. മഴയാണ് വരുന്നത്. AC ഇട്ടാണ്. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. AC ടയർ ഭാഗം നല്ല തണുപ്പാ. നമ്മളെ കംപ്ലീറ്റ് പോകേണ്ടി വരുന്നത്. അപ്പൊ നാനോന്റെ പൊതുവെ നല്ല തണുപ്പുണ്ടാവും AC. ഇത് ടയറൊക്കെ ഏകദേശം 85%, 80% അവിടെ ടയർ ഉണ്ട്. മെക്കാനിക്കൽ മെയിൻ ഗ്ലാസിൽ ഒരു ക്രാക്ക് ഉണ്ട്. കസ്റ്റമർ നമ്മൾ ചോദിച്ചപ്പോ ഇവരെ അടുത്ത് 5 വർഷത്തിന്റെ അടുത്തായി ഈ ഗ്ലാസ്. വെള്ളമൊന്നും ഇറങ്ങൂല. അതൊക്കെ ഗ്യാരണ്ടിയാണ്. വെള്ളമൊന്നും ഇറങ്ങൂല. ആവശ്യമുള്ളവർക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് കുറച്ച് കൊടുക്കാം. 800 റുപ്യാണ് നമ്മൾ ഇത് ആസ്ക് ചെയ്യുന്നത്. 2015 ടിസ്റ്റ് ആണ്. 800 റുപ്യ ആസ്ക് ചെയ്യുന്നത്. പൈസ ഗ്ലാസിന്റെ എത്ര വരുന്ന ആ പേയ്മെന്റ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. വണ്ടി മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ഗ്യാരണ്ടിയോടെ കൊടുക്കാം. ധൈര്യമായിട്ട് വിശ്വസിച്ച് ഗ്യാരണ്ടിയോടെ കൊടുക്കാം. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി സെൻഡസ്റ്റിലാണ്. അത് 4 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി, VXI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡൽ കാര്യങ്ങളൊക്കെ? 2008 VXI ആണ്. AC ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ. ചാവിമേലാണ് സെൻട്രൽ ലോക്ക് ഉണ്ടാവും. അതിന് റിമോട്ട് വെച്ചെടുത്താൽ മതി. സെൻട്രൽ ലോക്ക് ചാവിമ കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് ഉണ്ട്. പിന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. 2008 വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. 4 പുത്തൻ ടയർ ഉണ്ട്. ടയർ 2 പുത്തൻ പുതിയതാണ്. ബാക്കി 2 80% ഓടാനുള്ള വണ്ടി. ക്വാളിറ്റി ഒക്കെ വണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോകാം. നല്ല മെക്കാനിക് കൊണ്ടുപോകാം. അത്രയും മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്. നമുക്ക് 85 റുപ്യ കൊടുക്കാം. 85 റുപ്യ. അതായത് യാത്ര ഹൈറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നമ്മോട് അന്വേഷിക്കുകയാണ്. നാനോ കാറ്, വാഗനർ, ഈ ജനസിലൊക്കെ ഇന്നോവയിൽ കയറി ഇരിക്കണ അതേ ഫീൽ ഉണ്ടാവും. അപ്പൊ 85 റുപ്യക്ക് വന്നിട്ട് എന്താ ചെറിയ എന്തെങ്കിലും നീക്കുമൊക്കെ ചെയ്തോട്ടാണ്ട് കൊടുക്കാം. വണ്ടി ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടാ. മെക്കാനിക് ഫുൾ ഫിറ്റ്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഇവിടെ ഒരു പെട്ടി പീസ് സ്വിഫ്റ്റ് കാറാണ്. പെട്രോൾ വണ്ടിയാണല്ലോ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? 16 രജിസ്ട്രേഷന് VXI ആണ്. സ്വിഫ്റ്റ് VXI. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവറിന്റെ കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന വണ്ടി. സിംഗിൾ ഓണർ ആണ്. 1.10 1.7 ഓട്ടം. 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്ലിയർ വണ്ടി. നല്ല പെട്ടി പീസ് ഒന്നും പറയാം. വണ്ടി മഞ്ഞ എടുക്കണോ ഒരു ടച്ചപ്പ് ഒന്നുമില്ല. നമ്മള് ടച്ച് പോളിഷ് ഒക്കെ ചെയ്ത് സുന്ദരനാക്കി ക്ലിയർ ആക്കി നല്ല കുട്ടപ്പനാക്കി ഇനി ഒന്നും ചെയ്യാല്ല. വന്ന വണ്ടി ആവശ്യക്കാരാണ് വന്ന VXI ആണ് ഓപ്ഷൻ. പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ഈ പെട്രോൾ ഒക്കെ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടിയാണ്. വേറെ ഏതോ വണ്ടി ഉണ്ട്. വേറെ 2014 റിഡ്സ്
അതായത് ഇതേ റിഡ്സ് പെട്രോളും വരാണ്ട് റെഡ് കളർ റെഡ് കളറ് മൂന്നാമത്തെ ഓണർ വരാനുള്ളത് ഇപ്പൊ കാണിക്കാനില്ല അത് ഏകദേശം ബുധനാഴ്ച ആകുമ്പോത്തിന് അടുത്ത വണ്ടി എത്തും. ഓക്കെ, അതായത് ക്ലിയർ വണ്ടി എത്രക്ക് ചെയ്യാം? അത് നമുക്ക് 2,700 കൊടുക്കാം. 2,700 14 വണ്ടി കേട്ടോ. 14 റിഡ്സ് വണ്ടിയാണ് ഇവിടെ ഇപ്പൊ നിലവിൽ ഇവിടെ കാണിക്കാനില്ല. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ, ധൈര്യമായിട്ട് കൊണ്ടാ. ധൈര്യമായിട്ട് 2,70 ആണ് കേട്ടോ ക്ലിയർ വണ്ടി. 14 VXI. ഓക്കെ, നല്ല ലോണും കയറണം വണ്ടി കേട്ടോ. 2,500 റുപ്യന്റെ അടുത്ത് 2,4 ലക്ഷം രൂപ ലോണും കയറും. കയറുമല്ലേ? 2.5 തന്നെ കയറും ചിലപ്പോ. കയറും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഇതിന്റെ വില ഒന്ന് പറഞ്ഞു കൊടുക്കാം. 3,85 നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കുകയും ചെയ്യാം. കുറച്ച് കൊടുക്കാം. പിന്നെ 3 റുപ്യ ലോണും കയറും. 3 റുപ്യ ലോണും കയറും. അതായത് 16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ഇവിടെ നമുക്കൊരു കിരുമത്തിന്റെ ഒരു പെട്ടി പീസ് കാണിച്ചു കൊടുക്കാം. അതായത് ഹൂണ്ടായിന്റെ i20 ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. എങ്ങനെയായിരുന്നു ഇത്? 2018 മേഘന ഓപ്ഷനിൽ ഒരു വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. 1,24,000 സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. ക്ലിയർ, അതായത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അതൊന്നും വന്നാൽ ഞാൻ ഒന്നും ചെയ്യാനില്ല. നേരെ വണ്ടി എടുത്ത് ഓടുക. അതെ, ഡീസൽ അടിക്കാൻ ഓടുക. സീറ്റ് കവർ ഒക്കെ നല്ല പുത്തൻ പുതിയ സീറ്റ് കവർ ഉണ്ട്. ഇന്ത്യയിലുള്ള നല്ല വൃത്തിയുള്ള നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ ഒന്നുമില്ല. മാക്സിമം അതായത് ഫുൾ ഓണിന് ഏകദേശം കയറും. എത്രക്ക് ചെയ്യാൻ പറ്റും? 5,10 കൊടുക്കാം. 5 ലക്ഷം റുപ്യ ലോണും കയറും. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. കിണ്ണം പോലത്തെ ഒരു പെട്ടി പീസ് ഡിസയർ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നല്ല അടിപൊളി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു? 2016 VXI ആണ്. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് അലോയ്സ് ഒക്കെ കയറ്റിയതാണ്. റീപ്ലേസും കാര്യം 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. അലവിലും കാര്യങ്ങളും ടയർ 4 പുത്തൻ ടയറാണ്. ഏകദേശം 95 ഓടുള്ള 4 പുത്തൻ ടയറുണ്ട്. AC ഉണ്ട്, പവർ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്ത് അടിപൊളി സീറ്റ് കവർ, ലെതറിന്റെ സീറ്റ് കവർ, AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഒന്നുമില്ല. ചെറിയ പമ്പറുമ്പോ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. പാർട്ടി ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഇനി പോളിഷ് ചെയ്ത് കൊടുക്കണേ. പോളിഷിന്റെ ആവശ്യമില്ല. പോളിഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ണും ചിമ്മിട്ട് എടുക്കാം. എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് 4 റുപ്യ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ 4,4 ലക്ഷം റുപ്യ ലോൺ കിട്ടുമല്ലേ? ഓക്കെ, അപ്പൊ വാഹനം വിളിച്ചോ. ഇവിടെ സെയിൽസിനൊക്കെ പറ്റിയ 2 വാഹനങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. മാരുതിന്റെ ഈക്കോ, അതും ചെറിയ പൈസ കൊടുക്കല്ലോ ബ്രോ? ചെറിയ പൈസ കൊടുക്കാം. 2 വണ്ടി ഉണ്ട്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം. വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2022. മോഡൽ കൂടി വണ്ടി. അത് പാർട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവച്ചതാട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ അറിയുന്ന ഒരാളാണ്, ഒരു കച്ചവടക്കാരനാണ്. നേരെ കൊണ്ടുവച്ചാൽ പാർട്ടിക്ക് ഇങ്ങനെ കൊടുക്കണേ, ഇങ്ങനെ കൊടുക്കാം. ഇനി വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വൃത്തി കമ്മിയൊന്നുമില്ല. ഇന്റീരിയറിന്റെ ചെറിയ ഇതുള്ളൂ, മോശമുള്ളൂ. വേറെ പ്രശ്നമില്ല. നമ്മൾ ടച്ച് പോളിഷ് ഒക്കെ ചെയ്യണമെങ്കിൽ പാർട്ടി നോക്കുകയാണെങ്കിൽ ടച്ച് പോളിഷ് ചെയ്തിട്ട് വൃത്തിയാക്കിട്ട്. ഇത് 5 സീറ്റ് AC. ഓക്കെ, സിംഗിൾ ഓണറാണ്. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 82,000 ഓടി. വേറെ തട്ടുമുട്ട് ഇടിമുട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇത് ഗ്യാസും നിലവിൽ ഗ്യാസ് CNG ഒന്നും ഇല്ലല്ലോ, പെട്രോൾ മാത്രം. ഓക്കെ, എത്ര മൈലേജ് കിട്ടും? 14-15. അല്ല, അതായത് ഈക്കോ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നവർക്കൊക്കെ മൈലേജിന്റെ ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇത് യൂസ് ആക്കുന്ന ആൾക്ക് ഇതിനെ പറ്റി അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ഈ കണ്ടീഷനിലാണെങ്കിൽ 4,4 കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 4,40 ഫുള്ള് വൃത്തിയാക്കിയിട്ട്. നമ്മളൊരു കാഴ്ചപ്പാടില് നേരെ ഇങ്ങനെ പാർട്ടിന് നേരെ ഇങ്ങനെ വെച്ചതാണ്. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് ആണ്. പിന്നെ സീറ്റോറിന്റെ ചെറിയ തക്കാണ് ക്ലിയർ ആക്കിയിട്ട് ആവശ്യക്കാർ എടുക്കുന്ന ആള് ചെയ്തോട്ടല്ലോ. പിന്നെ അത്ര ചെയ്യണമെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കാം? 4,4 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ലോണ് 4 റുപ്യന്റെ മേലേക്ക് കയറും. 4 റുപ്യന്റെ മേലേക്ക് ലോണും കിട്ടും. 4,4 കഴിയപ്പോ കയറും. ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പൊ ആവശ്യക്കാരൻ നോക്കിക്കോട്ടെ. ഇവിടെ ഒരു ഇത് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. ചെറിയ ബഡ്ജറ്റില് നമുക്ക് 2010 വണ്ടി. 2010 വണ്ടി പുതിയ പേപ്പർ. 2030 ജൂലൈ വരെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി. മെക്കാനിക്കൽ ഓടിക്കാനോ AC ഒക്കെ വർക്ക് ചെയ്യണം. മെക്കാനിക്കൊക്കെ ഫിറ്റ്. ഒരു ശേഷം ടയറൊക്കെ 80% ഓടാനുള്ള 4 ടയറുണ്ട്. മെക്കാനിക്ക് പ്രശ്നങ്ങൾ നമ്മൾ അന്ന് വീഡിയോ കാണിച്ചതാ. അന്ന് മുമ്പ് വീഡിയോ കാണിച്ചല്ലേ? പിന്നെ വണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല. ഇഞ്ചൻ പണിയൊക്കെ ഏകദേശം പാർട്ടി കസ്റ്റമർ ഇഞ്ചൻ പണിയൊക്കെ എടുത്ത വണ്ടിയാണ്. ഇഞ്ചൻ ഭാരമായിട്ടൊക്കെ
ഫുൾ ഫിറ്റ് ആണ്. ഫിറ്റ് എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ട്യൂണിങ് സൈലൻസർ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് ട്യൂണിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ, അത് വലിയൊരു എമൗണ്ട് ഇല്ല. പുതിയ പേപ്പർ 2030 ജൂലൈ വരെ പേപ്പർ ഉണ്ട്. നമുക്ക് 1.45 കൊടുക്കാം ഫൈനലായിട്ട്. ഫൈനൽ എന്തെങ്കിലും വന്നോണ്ടൊരു എണ്ണ പൈസ കുറച്ചാണ്ട്. ഇവിടെ ഒരു ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റ അല്ല, ഇതും സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ക്വാർട്ടർ ജെറ്റ് 2012 മോഡല്. ഓക്കെ, AC ഉണ്ടാവും, പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, വണ്ടി എന്ത് മെക്കാനിക്കൽ ഒന്നും കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അതാരോ ഇത് നമ്മളെ വണ്ടിയല്ല, കസ്റ്റമർ വണ്ടി. വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. ഡീലർ ആണെങ്കിൽ ആരാ വന്നിട്ട് ഓല് നോക്കിയിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അതിന്റെ വാറണ്ടി കഴിഞ്ഞു. അത് അതിന് വാറണ്ടി ഞങ്ങൾക്ക് ഓല് നോക്കിയിട്ട് എടുക്കുക. നമ്മളതല്ല, കാരണം പാർട്ടിന്റെ വണ്ടിയാണ്. നമുക്ക് വണ്ടി കുഴപ്പമൊന്നുമില്ല. കാരണം അതിന്റെ റേറ്റിനാണ് കൊടുക്കുക 80 റുപ്യ. 2012 ക്വാർട്ടർ ജെറ്റ് ഇഷ്ട. ആവശ്യക്കാർ ചെക്ക് ചെയ്യാൻ ഓല് എടുക്കുക. നമുക്ക് ഇതിനെ തരോ പാർക്കിംഗ് ചെയ്യാൻ 1000 കിട്ടുന്നതിന് വേണ്ടി നമ്മളിതിന്റെ വാറണ്ടി ഒന്നും കൊടുത്തില്ല. ഓല് നോക്കുക, ഓല് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട. അല്ല, ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? ഞാൻ നമ്മളടുത്ത് 11 സിംഗിൾ ഓണർ വണ്ടി ഉണ്ട്. അതിന് ഞങ്ങൾ അതിൽ വീഡിയോയിൽ പറഞ്ഞില്ലേ, അത് ഹൈ ക്വാളിറ്റി വണ്ടി. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഇതിമേ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ആവറേജ് ആണ്, മെക്കാനിക്ക വണ്ടിയുടെ ആവറേജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വാറണ്ടി ഇല്ലാതെ അത്ര ഇതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളിത് പറയും, നമ്മളൊരു ധൈര്യത്തിൽ ഒരു വണ്ടി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമർ എടുക്കണം, ഇവിടെ വരുന്ന കസ്റ്റമർ എടുക്കണം തന്നെ ഞാൻ പറഞ്ഞോണ്ട് എടുക്കുള്ളൂ. ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ എടുക്കൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓല് നോക്കിയിട്ട് ആരെയും ഇപ്പൊ ഡീലർമാരൊക്കെ വണ്ടിനെ പറ്റി അറിയുന്ന ആൾക്കാരല്ലേ, ഇതിൽ വിളിക്കണ കച്ചവടക്കാരും വിളിക്കും. ഓല് നോക്കിയിട്ട് ഓൾക്ക് താല്പര്യം ഓല് കൊണ്ടേക്കോട്ടെ, വണ്ടി ബാക്കിയുള്ള വർക്ക് ഓല് ചെയ്തോട്ടെ. ഓക്കെ.